ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചി തൈരാണ്. 101 കറികൾക്ക് തുല്യം എന്നാണ് കേട്ടോ ഇഞ്ചി തൈരിനെ പറയുന്നത്. അസിഡിറ്റിക്കും ഡൈജഷനൊക്കെ വളരെ ബെസ്റ്റാണ് ഇഞ്ചി തൈര്. നിമിഷ നേരത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇഞ്ചി തൈര് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തൈരാണ്. 1 കപ്പ് നിറയെ ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈര് വേണം കേട്ടോ ഇതിനു വേണ്ടി വേണ്ടത്. അതുപോലെ തന്നെ അധികം പുളി ഉണ്ടാവാൻ പാടില്ല നമ്മുടെ തൈരിന്. നല്ല കട്ട തൈര് എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റിലൊക്കെ വാങ്ങുന്ന തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിരിക്കും. അങ്ങനെയുള്ള തൈരൊക്കെ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം കംപ്ലീറ്റ് പോയിട്ട് നല്ല കട്ടയായിട്ട് തൈര് നമുക്ക് കിട്ടിക്കോളും. തൈരിൽ അത്യാവശ്യം കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതിയാവും. മിക്സിയിലിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ തൈര് ലൂസായി പോകും കേട്ടോ. അതിൻ്റെ പേരിൽ ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ വേണം ചേർക്കാനായിട്ട്. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇതുപോലെ മീഡിയം വലിപ്പത്തിന് 2 പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സൈസ് ഇഞ്ചി എടുക്കരുത് കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. ഇതിനോടൊപ്പം നമുക്ക് ഒരു പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ്. കൂടുതൽ ആവശ്യമായിട്ടില്ല. ഇഞ്ചിയിൽ അത്യാവശ്യം എരിവുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരല്പം തൈരാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈരല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങാക്കൂട്ട് നമ്മുടെ തൈരിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചി തൈരിന് ഇത്രയും കട്ടിയാണ് വേണ്ടത്. അതായത് ഒരുപാട് ലൂസായി പോകണ്ട, തീരെ കട്ടിയായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാവണം. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നല്ലൊരു താളിപ്പും കൂടി ചേർക്കാം. താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക്, കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി ഈ താളിച്ചത് നമുക്ക് നേരെ തന്നെ നമ്മുടെ ഇഞ്ചി തൈരിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ താളിച്ചതും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഞ്ചി തൈരാണ്. ഉറപ്പായിട്ടും നിങ്ങൾ സദ്യയ്ക്കൊപ്പം ഊണിനൊപ്പം ഒക്കെ ഇതുപോലൊരു ഇഞ്ചി തൈര് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.